ശ്രീ അനിൽകുമാർ, കുറച്ച് സമയം കൂടിയാണ് ഈ ഇടവേളയ്ക്ക് മുമ്പായി എനിക്ക് ഉള്ളത്. അവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഈ കാര്യമുണ്ട്. ഈ വയനാട്ടിൽ സാധാരണ കോൺഗ്രസ്സുകാരാണ് അവർ. ആ സാധാരണ കോൺഗ്രസ്സുകാർ, അവർക്ക് കോൺഗ്രസ്സുകാരൻ്റെ ലേബലിൽ ഇരുന്നിട്ട് അവർ മത്സരിക്കുമ്പോൾ അവർ കോൺഗ്രസ് പാർട്ടിയുടെ കോളത്തിൽ ടാലി വീഴുന്ന രീതിയിൽ തന്നെയാണ് അവർ മത്സരിക്കുക, ജയിക്കുക, അതൊക്കെ ചെയ്യുക. അതിൽ ഒരുപക്ഷെ ഈ പറയുന്ന പണം പിരിച്ചിട്ട് പുട്ടടിച്ച കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ പറ്റില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പലരോടും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണല്ലോ. മാധ്യമങ്ങളിൽ പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തതാണല്ലോ. ഓരോ മാസവും എല്ലാ മാസവും 30-ാം തീയതി ഉണ്ടെന്ന് കേട്ടതാണല്ലോ, അന്ന് തീർക്കുന്നതാണല്ലോ പറഞ്ഞത്. ഇതൊന്നും കാണാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ മറുപടി പറയാനുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെയാണ് ആ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ഈ തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ആ കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ആയി എന്ന് പറഞ്ഞിരിക്കേണ്ടതില്ല എന്നുകൂടി ഒരു അർത്ഥമുണ്ട് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. ഇപ്പോൾ നന്ദുവും എൻ ശ്രീകുമാറും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞതിന് ഒരു 3 മിനിറ്റിൽ താങ്കൾക്ക് ഇപ്പോൾ എന്ത് മറുപടിയുണ്ട്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് എത്ര പരാജയം ഉണ്ടായെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. തോറ്റതിനപ്പുറത്ത് തോറ്റു എന്ന് പറഞ്ഞാൽ ഞങ്ങളാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തകർന്നിട്ടില്ല. ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ്. ഇപ്പം ഞങ്ങൾ എവിടെയാണ് വിജയിച്ചിരിക്കുന്നത്? 1, ജില്ലാ പഞ്ചായത്തുകളെടുത്താൽ 7-7. അതിൽ അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ്? BJPക്ക് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റേ ഉള്ളൂ കേരളത്തിലെവിടെ. അതെവിടെയാണ്? കാസർഗോഡ് ജില്ല ഒരു സീറ്റാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 സീറ്റിൽ 1-2 സ്ഥാനങ്ങളിൽ വന്ന BJP ആ നിലയിൽ ഇന്ന് നിൽക്കുന്നില്ല. തൃശ്ശൂരിലടക്കം താഴേക്ക് പോയി. കോർപ്പറേഷൻ ചില സീറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? BJP വളരാൻ പോകുന്നു, അല്ലെ BJP വളർന്നിരിക്കുന്നു, BJP നിയമസഭയിൽ സീറ്റ് പിടിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആരും BJPക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ ചിറകിനടിയിലേക്ക് പോകേണ്ടതില്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം. തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഏതാണ്ട് 4-4 മണ്ഡലം അവിടെയുണ്ട് ഈ കോർപ്പറേഷനകത്ത്. ശ്രീകുമാർ സാർ സമ്മതിച്ചു UDF അവിടെ 3-ാം സ്ഥാനത്താണ്. ശരി, സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ 4 മണ്ഡലത്തിലോ 4.5 മണ്ഡലത്തിലോ BJP തോൽപ്പിക്കണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഒരു LDF വോട്ട് ചെയ്യണമെന്നുള്ള ധാരണ അവിടെ ഉണ്ട്. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് LDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കാനുള്ള ഊർജ്ജം നൽകുന്നു. ഞങ്ങളാണ് 2-ാം സ്ഥാനത്ത്. ബാക്കി സ്ഥലങ്ങളിലോ BJP പേടിക്കേണ്ടാത്ത ശക്തിയാണ്. തൃശ്ശൂർ ഉൾപ്പെടെ BJP ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെന്ത് വേണം? ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കിട്ടാത്ത BJP ആണോ, ഒരു ബ്ലോക്ക് പോലും കിട്ടാത്ത BJP ആണോ ഭരിക്കാൻ പോണത്? അതുകൊണ്ട് ആരും BJPയെ പേടിച്ചിട്ട് മതന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം ഞങ്ങളുടെ കൂടെ ആവട്ടെ, അതാണല്ലോ മുസ്ലിം ലീഗ് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാം പറയുന്നത്. പിന്നെ BJPയുടെ പ്രവൃത്തി പറഞ്ഞ് ഞങ്ങൾക്ക് ഏതൊരു പേര് പറയാം, ഭയം. അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്ക് ഭയം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് നല്ല ഭയമുള്ളവരാണ്. താലിബാനെ സ്വീകരിച്ചത് ആരാ? ഞങ്ങളാ. താലിബാൻ്റെ മന്ത്രി വന്നപ്പോൾ സ്ത്രീകൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല തീരുമാനിച്ചത് നിങ്ങളാണോ ഞങ്ങളാണോ? ഡൽഹിയിൽ ഏത് താലിബാൻ തീരുമാനിച്ചത്? മറന്നു പോകുന്നുണ്ടോ? പണ്ട് നിങ്ങളുടെ നേതാവ് ഭീകരവാദികളെ ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് അവസരം തരാം. അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ദയവായി. കള്ളമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് തിരുത്തിയല്ലോ. ശരി. 1, രാജ്യം വെറുക്കുന്ന ലോകം വെറുക്കുന്ന താലിബാന് ചുവപ്പ് പതാക ഡൽഹിയിൽ വിരിച്ചു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ചുവപ്പ് പതാക വിരിച്ച് താലിബാനെ മാലയിട്ട് സ്വീകരിച്ചു. അത്ര സമ്മതിച്ചല്ലോ. ആ താലിബാനെ ഇന്നും എതിർക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ഞങ്ങളുടെ ഭാഗം. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ തോൽപ്പിക്കുന്നത് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ അവരുടെ കൂടിയാണ്. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടിയാണ്. എന്നിട്ട് കേരളത്തിൽ വന്ന് വാച അടിക്കുന്നോ? കുന്തിരിക്കാൻ കരുതിക്കോ, അവലും വല്ലതും കരുതിക്കോ. നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന് ആലപ്പുഴ മുദ്രാവാക്യം വിളിച്ചപ്പോഴേ പിടിച്ച് ജയിലിലേക്ക് വെച്ചു. നിങ്ങളും SDP കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാൻ നോക്കിയപ്പോൾ 2 കൂട്ടരും ജയിലിൽ വെച്ചു പിണറായി വിജയൻ ഗവൺമെൻറ്. ഞങ്ങൾക്കൊരു വിവേചനമില്ല 2 വർഗീയ ശക്തികളോടും, അത് ഏത് കൂട്ടരാണെങ്കിലും. ഇവിടെ എന്താണ് പ്രശ്നം?
BJP ഇവിടെ പിടിക്കാൻ വരുന്നു എന്നൊരു ഉമ്മാക്കി കാണിച്ച് ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൻ്റെ പെട്ടിയിലാക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വലതുപക്ഷ തന്ത്രം. അതിനവർ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ പിണറായി വിജയൻ RSSുമായി സഖ്യമുണ്ടാക്കാൻ നോക്കുന്നു. അന്തർധാരയുണ്ട്. അതിനാണ് PM ശ്രീ. ഏത് PM ശ്രീ? രാജസ്ഥാനിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ 4 കൊല്ലം മുമ്പ് ഒപ്പിട്ട കോൺഗ്രസ്സുകാരൻ VC വേണുഗോപാൽ ഇവിടെ വന്നിട്ട് പറയുക 4 കൊല്ലം മുമ്പ് അവർ ഒപ്പിട്ടതാ. ആ കാര്യം ഇപ്പോൾ ഞങ്ങളൊരു MOUയിൽ ഒപ്പിടാൻ പോയത് ഏതോ അന്തർധാരയാണ്. അത് മനസ്സിലായില്ല. അവിടെ പണ്ടേ ഒപ്പിട്ട് കഴിഞ്ഞു കോൺഗ്രസ്. ശരി. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാം പറയണത് അത് വലിയ കുഴപ്പമായി പോയി. ശരി. അപ്പോൾ കോൺഗ്രസ് അത്തരത്തിൽ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ വോട്ട് മാറി കുത്തിക്കാൻ ഇപ്പോൾ ഇടയുണ്ടാക്കുന്നു, വർഗീയത വളർത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇനിയിപ്പോൾ പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പറയേണ്ടി വരും.